നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 11-ാം ദിവസം. വിശുദ്ധ യൗസേപ്പിതാവ് ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവ്. തൻ്റെ അമലോത്ഭവയായ ഭാര്യയെ അറിയാനും അവളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുമായി എത്രയധികം ത്യാഗത്തോടെയായിരിക്കും വിശുദ്ധ യൗസേപ്പിതാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. വിശുദ്ധ ഗബ്രിയേൽ അലേഖരയുടെ വാക്കുകളാണിത്. വിശുദ്ധ യൗസേപ്പിതാവ് പരിശുദ്ധ മറിയത്തോട് പ്രണയത്തിലായിരുന്നതിനേക്കാൾ കൂടുതലായി ഒരു മനുഷ്യനും ഒരു സ്ത്രീയെയും ഇത്രയധികമായി ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടാകില്ല. മറിയത്തിൻ്റെ ഭർത്താവാകാൻ എത്ര മഹോന്നതമായ വിശുദ്ധിയും ഔന്നത്യവും ആയിരിക്കാം അവനുണ്ടായിരിക്കുക. മറിയം തൻ്റെ സ്ത്രീത്വത്തിൻ്റെതായ ഹൃദയത്തിൽ മനസ്സിലാക്കിയത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പുരുഷത്വത്തിൽ അവളും സുരക്ഷിതമാണെന്നാണ്. അവൻ അവളുടെ അശ്വാരൂഢനായ യോദ്ധാവും പോരാളിയുമാണ്. എല്ലാവരും അങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ സ്ത്രീകളും തങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന പുരുഷന്മാരുടെ കരങ്ങളിൽ സുരക്ഷിതത്വം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്കും ലോകത്തിനും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലുള്ള പുരുഷന്മാരെയാണ് ആവശ്യം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, വിശുദ്ധ യൗസേപ്പിതാവ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു. അതുപോലെ ഓരോ പിതാവും തൻ്റെ ഭാര്യയിലൂടെ സ്ത്രീത്വത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു. പ്രിയപ്പെട്ട അപ്പന്മാരെ, വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ നിങ്ങളുടെ ഭാര്യമാരെ ആദരിക്കുക, സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹവും വിവേകപൂർവമായ സാന്നിധ്യവും വഴിയായി നിങ്ങളുടെ മക്കളെ ദൈവത്തിലേക്ക് തിരിക്കുക. വിശുദ്ധ യൗസേപ്പിതാവ് മാതൃകാ ഭർത്താവും പിതാവുമാണ്. എല്ലാ മനുഷ്യരുടെയും ദൈവവിളി തങ്ങളെ ഭരമേൽപ്പിച്ചവർക്ക് കരുതലോടെയും സ്നേഹത്തോടെയും പരിചരണം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് അനേകം പുരുഷന്മാർ ഈ സത്യം മറന്നുപോകുന്നു. ഇതോർക്കാൻ വിശുദ്ധ യൗസേപ്പിതാവ് അവരെ സഹായിക്കും. മനുഷ്യരെ വിശുദ്ധരും സ്ത്രീകളോട് അങ്ങേയറ്റം ആദരവ് കാണിക്കുന്നവരുമാക്കാൻ അവൻ സഹായിക്കും. എല്ലാ മനുഷ്യരും അവനിൽ ബലവും വിശ്വസ്തതയും വീരോചിതമായ സാഹസങ്ങളും പുണ്യങ്ങളും കണ്ടെത്തും. ഭർത്താക്കന്മാരും അപ്പന്മാരും വൈദികരും മെത്രാന്മാരും അവൻ്റെ മാതൃക പിൻചെന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ സുരക്ഷിതത്വവും സ്നേഹവും ഉണ്ടാകും. ഭർത്താക്കന്മാർ വിശുദ്ധരും വൈദികർ തിന്മയെ ഹിംസിക്കുന്നവരും മെത്രാന്മാർ ആത്മാക്കളുടെ ഇടയന്മാരും സത്യത്തിൻ്റെ തൂണുകളുമാകും. വിശുദ്ധ യൗസേപ്പിതാവ് എല്ലാ പുരുഷന്മാർക്കും മാതൃകയാണ്. യഥാർത്ഥ പുരുഷൻ മാന്യനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. അവൻ സ്നേഹിക്കുന്നവനും തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും അവർക്കെതിരെ വരുന്ന എല്ലാവിധ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിശുദ്ധരായ മെത്രാന്മാരും വൈദികരും തങ്ങളുടെ പരിചരണത്തിന് വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും തയ്യാറാകണം. ഇങ്ങനെ കൃപയുള്ള മെത്രാന്മാരും വൈദികരും പരിഹാസത്തെയോ അപവാദങ്ങളെയോ ദാരിദ്ര്യത്തെയോ കാരാഗൃഹത്തെയോ ഭയപ്പെടുകയില്ല. വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെയുള്ള മനുഷ്യർ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്മയും സത്യവും മനോഹരവുമായിട്ടുള്ളതിനു വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാകും. അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് സഭയും കുടുംബവും വീണ്ടും നിറയട്ടെ. ഓ വാഴ്ത്തപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കലണയുന്നു. അങ്ങയുടെ പരിശുദ്ധ ഭാര്യയുടെ സഹായം ചോദിച്ച ശേഷം ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ അങ്ങയുടെ മാധ്യസ്ഥം തേടുന്നു. അവളുടെ ഏറ്റവും നിർമ്മല മണവാളനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ലിയോ 13 പാപ്പയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ അപ്പാ കരുതേണമേ, കാക്കേണമേ.
മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ